ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് തണ്ണിമത്തം കഴിച്ചിരുന്നാലോ? പക്ഷേ ഇന്നത്തെ ദിവസം ഫുള്ളല്ല, 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ തണ്ണിമത്തം കഴിക്കാൻ പറ്റുമെന്ന് കേട്ടോ ഞങ്ങൾ നോക്കിയത്. ഈ കാണുന്ന ചുമപ്പൊന്നും ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, കാരണം ഒരു മധുരവും ഇല്ലാത്തൊരു തണ്ണിമത്തനായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൂട്ടത്തിൽ എൻ്റെ തണ്ണിമത്തനാട്ടോ കുറച്ച് സൈസിൽ വലുത്. അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്തു കഴിക്കാൻ തുടങ്ങി. ഒരേ കഴിക്കലായിരുന്നു. ആദ്യം കട്ട് ചെയ്ത് നല്ല പീസാക്കിയിട്ടൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെ മനസ്സിലായി സമയം പോകുന്നതുകൊണ്ട് എൻ്റെ ചങ്ക് എന്നെക്കാട്ട കൂടുതൽ കഴിക്കേണ്ട ഇതിൽ അവൾ നല്ലോണം കഴിച്ച് തിന്നാൻ തുടങ്ങി. പിന്നെ ഞാനും ഒട്ടും കുറച്ചില്ല, ഏത് പീസാണ് കഴിക്കേണ്ടതെന്നതിൽ ഞാനും കഴിച്ച് തിന്നാൻ തുടങ്ങി. എൻ്റെ മേല് ഫുൾ വാട്ടർ, എന്താ പറയുക, വെള്ള അഭിഷേകമായിരുന്നു. കാരണം അതിൽ നിന്ന് നല്ലോണം വാട്ടർമെലൻ നല്ലോണം വെള്ളം ഊറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ തീരെ മധുരം ഉണ്ടായിരുന്നില്ല, ഒരു വാടിയ ഒരു പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഒരു ചാലഞ്ച് അല്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പിന്നെ സ്പീഡ് തിന്നാൻ തുടങ്ങി. ആദ്യം കട്ട് ചെയ്തിട്ടും കട്ട് ചെയ്യാണ്ടൊക്കെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. പിന്നെ രമ്യ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, വേഗം കഴിക്കുകയെന്ന് വെച്ചിട്ട്. കൂടുതൽ അവൾക്ക് നല്ല കൊതിയുണ്ട്, കാരണം അവൾക്ക് വാട്ടർമെലൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ നല്ല മധുരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കഴിച്ചിരിക്കാനും തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഒരേ കഴിക്കലായിരുന്നു. അങ്ങനെ കഴിച്ച് ഒരുവിധം ഞങ്ങൾ ഒരു ഹാഫ് ഭാഗം കംപ്ലീറ്റ് ചെയ്യേണ്ട വിധത്തിലെത്തി. അപ്പോഴേക്ക് രമ്യ പറയാൻ തുടങ്ങി ടൈം ആവാനായിന്ന്. പിന്നെ ഞങ്ങൾ കഴിച്ച് ലാസ്റ്റ് ഞാൻ വിജയിച്ചു കേട്ടോ. കാരണം എന്നെ കൊണ്ട് നമ്മൾ രണ്ടാളും പറ്റുന്ന പോലെ കഴിച്ചു. പക്ഷെ കൂട്ടത്തിൽ കുറച്ചധികം കഴിച്ചത് ഞാനായതുകൊണ്ട് എന്നെ വിന്നറായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഇന്നത്തെ വാട്ടർമെലൻ തീറ്റ അവസാനിപ്പിച്ചു.